ഒരേ കണക്കിരിക്കുന്ന ഹെൽമറ്റും കുടയും ഡ്രസ്സും ഒക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ രാവിലെ തന്നെ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ഞാൻ മാത്രമല്ല, എന്നെയും കാത്ത് കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും കൂടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ എന്താ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വേറെ ഒന്നുമല്ല, ESCയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു നോട്ട് ബുക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ കയറി അതൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു പോവുകയായിരുന്നു. ഇതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അവരെല്ലാവരും എന്നെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഇവൾ എന്തിനു ചെയ്യുന്നെന്നുള്ള ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റൂട്ടൊന്നും നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു അവിടെ പോകാനുള്ള, അതിൻ്റെ ഓഫീസിൽ പോകാനുള്ളത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി നമ്മളെല്ലാവരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽസിൽ കയറണം, ഫുഡ് കഴിക്കണം, അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളെല്ലാവരും ഇറങ്ങിയത്. അങ്ങനെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇതാണ് നമ്മളെ ഓഫീസ്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ഇത്തിരി ലേറ്റായി. അവിടെ നിന്ന് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഒരുപാട് നാൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കിങ്ങനെ പോവാം, ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതുവരെ നടന്നില്ല. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് നമ്മൾ ഇറങ്ങിയപ്പോൾ വിചാരിച്ച് ഇതങ്ങ് നടത്താമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതാണ് നമ്മൾ സിന്ധു ആൻറ്റി ഇതൊക്കെ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ അവിടെ നിന്ന് ഒരു ആട്ടോ പിടിച്ച് നമ്മൾ 6 പേരും കൂടെ ഒരൊറ്റ ആട്ടോ കയറി എങ്ങനെ തിങ്ങി ഞെരുങ്ങിയൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇറങ്ങി ഇത്തിരി ഇവരെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഒത്തിരിയും കട്ട് പീസും കാര്യങ്ങളും തുണികളും ഒത്തൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആവശ്യമുള്ളതൊക്കെ ഓരോരുത്തരായിട്ട് വാങ്ങിച്ച് അങ്ങനെ ഇവിടുന്ന് ഒത്തിരി മെറ്റീരിയലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് അതിൻ്റെ തൊട്ടിപ്പോൾ തന്നെ വേറെ സെക്ഷനായിരുന്നു. ചുരിദാർ മെറ്റീരിയൽസ്, ഫ്രോക്ക്, എന്നാണ്ട അങ്ങനെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു, സാരിയുടെയും എല്ലാത്തിൻ്റെയും. അങ്ങനെ അവിടെയും കയറി നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കൂടി ഇത്തിരി അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് ഒരുപാട് നാളത്തെ ഒരിതല്ലേ, അങ്ങനെ എല്ലാം ചെയ്ത് വരാമെന്നും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ ഷായ്മയാണെങ്കിൽ നല്ല നൈറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സിന്ധു ആൻറ്റി ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനൊരു നൈറ്റി എടുത്ത് വെച്ച് നോക്കി. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കലേ ഉള്ളൂ, ഒന്നും മേടിച്ചില്ല. ഞാൻ മേടിച്ചു, നൈറ്റി വാങ്ങിച്ചില്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. സാരിയുടെ കളക്ഷനും ഫ്രോക്കിൻ്റെ കളക്ഷനും അങ്ങനെ കുട്ടികളെ മെറ്റീരിയൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വില കുറവുണ്ടായിരുന്നു എല്ലാത്തിനും. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ മേടിച്ച് നമ്മൾ അവിടുന്ന് അതിൻ്റെ ഇടയിലായിരുന്നു ഇത്തിരി ബാഗ് കളക്ഷനൊക്കെ കണ്ട്. അങ്ങനെ ഒത്തിരി ബാഗൊക്കെ നോക്കി. എനിക്ക് ഇട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മച്ചേച്ചി എടുത്ത് പറഞ്ഞു. ഉമ്മച്ചേച്ചി അതൊക്കെ ഇട്ട് നോക്കി തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഐറ്റംസ് ഇവിടുത്തെ കടകളിലുണ്ട്. ബാഗായാലും ചപ്പൽസ് ആയാലും ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റവും ഈ കടയിലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ലൊരു ഹോട്ടലിൽ കയറി അവിടെ ഇരുന്ന് 2 പേര് ഊണാണ് കഴിച്ചത്. അഷ്ടമി ക്ഷമയും കൂടെ ചോറാണ് ഓർഡർ ചെയ്തത്. അവർക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കൂടെ ബിരിയാണി ഓർഡർ ചെയ്തത്. അങ്ങനെ അവർക്കുള്ള ചോറ് വന്ന് അങ്ങനെ അവർ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദാണ്ട വരുന്ന മോനെ നമ്മുടെ സൂപ്പർ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഈ ചിക്കൻ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിലൊരു ലെഗ് പീസ് പ്രത്യേകം ഉണ്ടായിരുന്നു. ഇത് മീൻ പൊരിച്ചതായിരുന്നു. അത് അഷ്ടമി ക്ഷമയും കൂടെ അതെടുത്ത് നമ്മൾ ചിക്കൻ ഫ്രൈയും. അതിൻ്റെ കൂടെ ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡായിരുന്നു. അതിന് പുറമെ ഒരു ചിക്കൻ ഫ്രൈ അതിൻ്റെ കൂടെ ഒന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. പോരാതെ ഒരു ബൗള് പായസം ഉണ്ടായിരുന്നു. അത് പായസം എടുക്കാൻ പറ്റിയില്ല. ഈ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് കാരണം എനിക്ക് മറ്റുള്ള വീഡിയോസൊന്നും എടുക്കാൻ ഒത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ആ തിന്നുന്ന ആ ഒരു ഇതിലോട്ടങ്ങ് മാറി. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മളെ ഈ യാത്ര അടിപൊളിയായിരുന്നു. നമ്മൾ ഈ എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിലൊക്കെ പോയി ഒരുമിച്ചിരുന്ന് ഇതാക്കണം. അങ്ങനെ നമ്മളെ വീഡിയോത്തേള് ബൈ ബൈ.